ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ആണ്. അപ്പൊ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസിന്റെ കോൺസെപ്റ്റ് എന്താ എന്ന് ഡിസ്കസ് ചെയ്യുന്നതിന്റെ മുന്നേ എങ്ങനെ അതിലേക്ക് എത്തി അതുവരെയുള്ള ഒരു ടൈം ലൈനും കൂടെ ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സോ ഈ ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്ന് പറയുന്നത് ഗ്രിഗർ മെന്റൽ ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, അല്ലെ? ഗ്രിഗർ മെന്റല് 1856 1856 അദ്ദേഹത്തിന്റെ പൈസം സറ്റേവത്തിലുള്ള ക്രോസിംഗ് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ 7 വർഷം നീണ്ടു നിന്ന എക്സ്പെരിമെന്റ് ആയിരുന്നു. 1863 അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് കംപ്ലീറ്റ് ആക്കി. അങ്ങനെ 1863 എക്സ്പെരിമെന്റ് കഴിഞ്ഞതിന് ശേഷം 2 വർഷം എടുത്ത് ഈ ഡാറ്റ എല്ലാം ക്രോഡീകരിച്ചതിന് ശേഷമാണ് പബ്ലിഷ് ചെയ്യുന്നത്. 1865 മെന്റലിന്റെ വർക്ക് പബ്ലിഷ് ചെയ്യപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ 1856 എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്തു, 63 അവസാനിപ്പിച്ചു. 7 വർഷം നീണ്ടു നിൽക്കുന്ന എക്സ്പെരിമെന്റ് ആണ്. ആൻഡ് 65 പബ്ലിഷ് ചെയ്തു. അന്ന് കണ്ടംപററി ആയിട്ട് വർക്ക് ചെയ്തിരുന്നത് അന്നത്തെ സമകാലികമായിട്ടുള്ള സയന്റിസ്റ്റുകൾക്കൊന്നും തന്നെ ഇദ്ദേഹത്തിന്റെ വർക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരുപക്ഷെ വർക്ക് മനസ്സിലായിട്ടില്ല എന്ന് വേണം പറയാൻ. കാരണം അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതെന്താ എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യാം. പിന്നീട് 1900 മെന്റല് മരിച്ചതിന് 16 വർഷങ്ങൾക്ക് അപ്പുറം 1900 കാൾ കോറൻസ്, ഹ്യൂഗോ ഡിവ്രിസ്, എറിൻ വോൺ ഷെർമാക് എന്ന് പറയുന്ന ഈ 3 സയന്റിസ്റ്റുകള് മെന്റലിന് കിട്ടിയ ഈ റിസൾട്ട് റീഡിസ്കവർ ചെയ്യപ്പെടുന്നത്. കാൾ കോറൻസും ഹ്യൂഗോ ഡിവ്രിസും വോൺ ഷെർമാക്കും ഒക്കെ ഇതേ എക്സ്പെരിമെന്റ് തന്നെ, ഇതേ ക്രോസിംഗ് എക്സ്പെരിമെന്റ് വീണ്ടും നടത്തിയതിന് ശേഷമാണ് മെന്റല് പറയുന്ന കാര്യം ശരിയാണ് എന്ന് മനസ്സിലാക്കിയത്. അതായത് 1900 മെന്റലിന്റെ വർക്ക് റീഡിസ്കവർ ചെയ്യപ്പെടുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഒരു ടൈം ലൈൻ കാണിക്കാം. 1865 ലോകത്തിനോട് പബ്ലിഷ് ചെയ്ത ഈ വർക്ക് 1900 വരെ, മെന്റല് മരിച്ചിട്ടും 16 വർഷം വരെ ആരും തന്നെ ഡിസ്കവർ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ആർക്കും തന്നെ കാര്യം മനസ്സിലായിട്ടില്ല. അതിന് എന്താണ് കാരണം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അത് അന്നത്തെ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. 1865 പേപ്പർ പബ്ലിഷ് ചെയ്യുന്നത്. അന്ന് കമ്മ്യൂണിക്കേഷൻ ഇത്രത്തോളം സ്ട്രോങ് അല്ല. ഇപ്പം നമ്മളൊരു വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് അത്രത്തോളം ഒന്നും പബ്ലിസിറ്റി കിട്ടുന്ന കാലമല്ല അത്. ഇന്ന് നമ്മൾ എല്ലാം തമ്മിൽ കണക്റ്റഡ് ആണ്. ഇന്റർനെറ്റ് ഉണ്ട്, ഓൺലൈൻ ആക്സസ് ഉണ്ട്. ഇന്ന് വളരെയധികം ഈസിയാണ്. പക്ഷെ അന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടമല്ല. അതാണ് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇദ്ദേഹം ഒരു ഡിസ്ക്രീറ്റ് യൂണിറ്റ് കോൾഡ് ഫാക്ടേഴ്സ് ആണ് പറയുന്നത്. അതായത് ഒരു സെപ്പറേറ്റ് യൂണിറ്റ് ആണ് നമ്മളുടെ ക്യാരക്ടേഴ്സ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് എന്നാണ് മെന്റൽ അവകാശപ്പെടുന്നത്. അല്ലെങ്കിൽ മെന്റൽ അന്ന് പറഞ്ഞു വെച്ചൊരു പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത്, അല്ലെ? എല്ലാ ക്യാരക്ടേഴ്സും, ഓൾ ക്യാരക്ടേഴ്സ് ആർ കൺട്രോൾഡ് ബൈ ഫാക്ടേഴ്സ്, ഡിസ്ക്രീറ്റ് യൂണിറ്റ് കോൾഡ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു. പക്ഷെ അന്നുള്ള ആൾക്കാരുടെ ഒരു പോപ്പുലർ ആയിട്ടുള്ള ബിലീഫ് എന്ന് പറയുന്നത്, ഇപ്പൊ ഒരു ഹൈറ്റ് ഉള്ള ആളും ഹൈറ്റ് കുറവുള്ള ആളും കല്യാണം കഴിച്ചാൽ ഹൈറ്റ് ഉള്ള ആള് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് മെന്റല് പറയുന്നത്. പക്ഷെ അന്നത്തെ സയന്റിസ്റ്റുകൾ ചിന്തിച്ചത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഈ കാണുന്ന ഹൈറ്റുകളൊന്നും ഉണ്ടാവില്ലല്ലോ. അന്നത്തെ ഒരു പോപ്പുലർ ബിലീഫ് എന്ന് പറയുന്നത് ബ്ലെൻഡിങ് നടക്കുമെന്നായിരുന്നു. ഒരു ഡിസ്ക്രീറ്റ് യൂണിറ്റ് ആണ്, ബ്ലെൻഡ് ചെയ്യപ്പെടാത്ത യൂണിറ്റുകളാണ് ഈ ക്യാരക്ടേഴ്സിനെ എല്ലാം കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് അന്നത്തെ പോപ്പുലർ ബിലീഫിന് എഗെയിൻസ്റ്റ് ആയിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ക്ലിയർ ആണല്ലോ? അപ്പൊ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഡിസ്ക്രീറ്റ് യൂണിറ്റ് ആണ് എല്ലാ ക്യാരക്ടേഴ്സിനെയും കൺട്രോൾ ചെയ്യുന്നത് എന്ന് പറയുന്നത് അന്നത്തെ സയന്റിസ്റ്റുകൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അൺറെക്കഗ്നൈസ്ഡ് ആയിട്ട് ആ വർക്ക് കിടന്നു. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെന്റല് മാത്തമാറ്റിക്കലി സ്റ്റാറ്റിസ്റ്റിക്കലി ആണ് എക്സ്പെരിമെന്റ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ അദ്ദേഹത്തിന്റെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട്, അദ്ദേഹത്തിന്റെ ഒരു സക്സസിന്റെ പോയിന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി അദ്ദേഹത്തിന്റെ ഫെയിലിയറിനും കാരണമായിരുന്നു. ഫെയിലിയർ ഇൻ ദ സെൻസ് 1900 വരെ അൺറെക്കഗ്നൈസ്ഡ് ആവാനും അതൊരു കാരണമായി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അന്നത്തെ സയന്റിസ്റ്റുകൾ ബയോളജിയാണ്, അല്ലെങ്കിൽ ഇപ്പം പ്ലാന്റിന്റെ ഒരു കാര്യമാണ് ഇദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ബയോളജി എന്ന് പറഞ്ഞ ബ്രാഞ്ചിലാണ് ഇദ്ദേഹം റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്ട്രീമാണ്. അന്നത്തെ കാലഘട്ടത്തില് ബയോളജി ആയിട്ടും മാത്തമാറ്റിക്സിനെ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിനെ വേറെ ആയിട്ട് രണ്ട് എൻറ്റയർലി ഡിഫറെന്റ് സ്ട്രീം ആയിട്ടായിരുന്നു കണ്ടിരുന്നത്. അന്ന് ഒരിക്കലും ഒരു ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ചോട് കൂടി ആരും ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാറില്ലായിരുന്നു.
പക്ഷെ അന്ന് മെന്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് ബയോളജിയിൽ അപ്ലൈ ചെയ്ത് ഈ റിസൾട്ട് പബ്ലിഷ് ചെയ്തുകൊണ്ട് തന്നെ മാത്തമാറ്റിക്സ് ഇതിൽ ഉപയോഗിച്ചത് കൊണ്ട് അന്നത്തെ സമകാലികമായിട്ടുള്ള സയന്റിസ്റ്റിന് ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായി. അദ്ദേഹത്തിന്റെ വർക്ക് ആക്ച്വലി ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഇതിൽ കൊടുത്തത് കാരണം പബ്ലിഷ് ചെയ്തപ്പോഴും ആളുകൾക്ക് മനസ്സിലാവാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. അതാണ് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത്, മെന്റൽ പറഞ്ഞു നമ്മളുടെ എല്ലാ ക്യാരക്ടേഴ്സും കൺട്രോൾഡ് ബൈ ഡിസ്ക്രീറ്റ് യൂണിറ്റ് കോൾഡ് ഫാക്ടേഴ്സ്. ഫാക്ടർ ഒക്കർ ഇൻ പെയർ. പിന്നെ രണ്ട് ഡിസിമിലർ ഫാക്ടേഴ്സ് ഒരുമിച്ച് വരുന്ന സമയത്ത് ഒന്ന് ഡോമിനേറ്റ് ചെയ്യും, ഒന്ന് മാസ്ക് ചെയ്യപ്പെടും, റെസസീവ് ആയിരിക്കും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഡ്യൂറിങ് ഗമീറ്റ് ഫോർമേഷൻ ഒരു ഫാക്ടറിന് മാത്രമേ ഗമീറ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഈ ഫാക്ടർ എന്താണ് എന്ന് ചോദിച്ചാൽ മെന്റലിന് അറിയില്ല. ഈ ഫാക്ടറിന്റെ ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസിനെ കുറിച്ച് യാതൊരു ധാരണയും യാതൊരു എക്സ്പ്ലനേഷനും മെന്റലിന് കൊടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് 1865 പബ്ലിഷ് ചെയ്ത പേപ്പർ 1900 വരെ അൺറെക്കഗ്നൈസ്ഡ് ആയിട്ടിരുന്നത്. ക്ലിയർ ആണല്ലോ? ഈ 4 പോയിന്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ 1900 ഈ 3 സയന്റിസ്റ്റുകൾ ആരൊക്കെ? കോൾ കോറൻസ്, ഹ്യൂഗോ ഡിവ്രിസ് ആൻഡ് എറിക് വോൺ ചെർമാക്ക് റീഡിസ്കവർ ചെയ്തു. എന്ത് റീഡിസ്കവർ ചെയ്തു? മെന്റൽസ് വർക്ക് റീഡിസ്കവർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. റീഡിസ്കവേർഡ് മെന്റൽസ് വർക്ക്. പിന്നീട് അതിനുശേഷം 1900 ഒക്കെ സ്റ്റാർട്ടിങ്ങിൽ, അതായത് ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ ലൈറ്റ് മൈക്രോസ്കോപ്പി ഒക്കെ അഡ്വാൻസ് ചെയ്തു. ലൈറ്റ് മൈക്രോസ്കോപ്പി അഡ്വാൻസ് ചെയ്തു എന്ന് പറഞ്ഞാൽ സെൽ ഡിവിഷൻ, അതായത് ഗമീറ്റ് ഫോർമേഷന്റെ സെൽ ഡിവിഷൻ ആണ് മയോസിസ് എന്ന് പറയുന്നത്. മയോസിസ് ഒക്കെ നമുക്ക് ഒരു മൈക്രോസ്കോപ്പിന്റെ അണ്ടറിലൂടെ കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് ലൈറ്റ് മൈക്രോസ്കോപ്പി ഒക്കെ അടിപൊളിയായിട്ട് അഡ്വാൻസ് ചെയ്തു വന്നു. അങ്ങനെ ലൈറ്റ് മൈക്രോസ്കോപ്പിലൂടെ ഗമീറ്റ് ഫോർമേഷൻ അഥവാ മയോസിസ് നടക്കുന്ന സമയത്ത് ഒരു കളേർഡ് ആയിട്ടുള്ള ബോഡി, അതായത് സ്റ്റെയിനിങ് ചെയ്യുമ്പോൾ കളർ പിടിക്കുന്ന ഒരു കളേർഡ് ബോഡി സെപ്പറേറ്റ് ചെയ്യുന്നതും ആയിട്ട് കാണാൻ പറ്റി. ആ ബോഡി കളേർഡ് ആയതുകൊണ്ട് ഒരു കളേർഡ് ബോഡി എന്നുള്ള അർത്ഥത്തില് ആ ബോഡിക്ക് ഒരു പേര് കൊടുത്തു, ക്രോമസോം എന്ന് കൊടുത്തു. അപ്പൊ ക്രോമസോം ലൈറ്റ് മൈക്രോസ്കോപ്പിലൂടെ ക്രോമസോമിന്റെ സെപ്പറേഷൻ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റി ക്രോമസോംസ് പെയർ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ മെന്റല് പറഞ്ഞ ഫാക്ടേഴ്സും പെയർ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഡ്യൂറിങ് ഗമീറ്റ് ഫോർമേഷന്റെ സമയത്ത് ഏതെങ്കിലും ഒരു പെയറിന്, ഏതെങ്കിലും ഒരു ഫാക്ടറിന് മാത്രമേ ഗമീറ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് മെന്റല് പറഞ്ഞു. അപ്പോ നമ്മൾ ലൈറ്റ് മൈക്രോസ്കോപ്പിലൂടെ കണ്ട കാര്യമാണ് ഈ പെയർഡ് ആയിട്ടിരിക്കുന്ന ക്രോമസോം. നമുക്ക് ഇന്നറിയാം ഹോമലോഗസ് പെയർ, അതിലെ ഒരാൾക്ക് മാത്രമേ ഗമീറ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. അത് നമ്മുടെ ലൈറ്റ് മൈക്രോസ്കോപ്പിയിലൂടെ 1900 ബിഗിനിങ്ങിൽ ഒബ്സർവ് ചെയ്തൊരു കാര്യമാണ്. അപ്പോ വാൾട്ടർ സട്ടൺ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റും തിയോഡോർ ബൊവേറി എന്ന് പറയുന്ന സയന്റിസ്റ്റും, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, വാൾട്ടർ സട്ടൺ ആൻഡ് തിയോഡോർ ബൊവേറി 1902 ഈ കാര്യം ഒബ്സർവ് ചെയ്തു. എന്താണ്? ഒരു കളർ കൊടുക്കുമ്പോൾ, സ്റ്റെയിൻ കൊടുക്കുമ്പോൾ കളർ പിടിക്കുന്ന ബോഡി, അതുകൊണ്ട് വിളിച്ചു ക്രോമസോം എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട് ഒരു സെല്ലിന്റെ അകത്ത്. അത് പെയർ ആയിട്ടാണ് ഇരിക്കുന്നത്. ഹോമലോഗസ് പെയർ എന്നുള്ളത് നമുക്ക് ഇന്നറിയാം, ശരിയല്ലേ? അപ്പോ മെന്റല് പറയുന്ന ഫാക്ടേഴ്സ് പെയർ ആയിട്ടാണ് ഇരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഡ്യൂറിങ് ഗമീറ്റ് ഫോർമേഷൻ ഇവര് ഓരോ ഗമീറ്റിലേക്ക് സെഗ്രിഗേറ്റ് ചെയ്യും. അതായത് ഒരു ഗമീറ്റിലേക്ക് ഒരാൾക്കേ വരാൻ പറ്റുള്ളൂ. എക്സാക്ട്ലി ഈ ഹോമലോഗസ് പെയറില് ഒരു ക്രോമസോമിന് മാത്രമേ ഗമീറ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോ ഈ മെന്റല് പറയുന്ന ഫാക്ടറിന്റെ അതേ സ്വഭാവമാണ് ഈ ക്രോമസോമും കാണിക്കുന്നത്. അപ്പോ വാൾട്ടർ സട്ടനും തിയോഡോർ ബൊവേറിയും ഈ ഒരു ഒബ്സർവേഷന്റെ ബേസിൽ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ മെന്റൽ പറയുന്ന ഫാക്ടേഴ്സ് ഇരിക്കുന്നത് ക്രോമസോമിന്റെ മുകളിലാണെന്ന് പറഞ്ഞു. ക്ലിയർ ആണോ? എന്താണ് ക്രോമസോമിന്റെ മുകളിലാണ് ഫാക്ടേഴ്സ് ഇരിക്കുന്നത് എന്ന് പറയാനുണ്ടായ ലോജിക്ക് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. മെന്റൽ പറയുന്നു ഫാക്ടേഴ്സ് ഒക്കർ ഇൻ പെയർ, ഇവർ ഒബ്സർവ് ചെയ്തു ക്രോമസോംസ് ഒക്കർ ഇൻ പെയറിലാണ്. ഇനി ഡ്യൂറിങ് ഗമീറ്റ് ഫോർമേഷൻ ഫാക്ടേഴ്സ് സെഗ്രിഗേറ്റ് ചെയ്യും. ഇവർ ഒബ്സർവ് ചെയ്തു ഡ്യൂറിങ് മയോസിസ് എന്ത് സെഗ്രിഗേറ്റ് ചെയ്യുന്നുണ്ട്? ക്രോമസോംസ് ആ പെയറായിരിക്കുന്ന ആൾക്കാര് സെഗ്രിഗേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വിത്തൗട്ട് എനി ഫിസിക്കൽ പ്രൂഫ് അവർ പറഞ്ഞു, വാൾട്ടർ സട്ടനും തിയോഡോർ ബൊവേറിയും പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ മെന്റല് പറയുന്ന ഫാക്ടേഴ്സിന്റെ അതേ പാരലൽ ആയിട്ടുള്ള സ്വഭാവമാണ് ക്രോമസോംസ് കാണിക്കുന്നത് എന്ന് പറഞ്ഞു.
അങ്ങനെയാണ് എങ്കിൽ ക്രോമസോമിന്റെ മുകളിലാണ് ഈ ഫാക്ടേഴ്സ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു. ഈ തിയറിയുടെ പേരാണ് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്. ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്. ഇതിനൊരു ഫിസിക്കൽ പ്രൂഫ് കൊടുക്കാൻ ഇവർക്ക് പറ്റിയോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പൊ അവര് പറയാനുള്ള കാരണം എന്താ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മെന്റൽ ഫാക്ടേഴ്സിനെ കുറിച്ച് പറയുന്ന അവരുടെ സെഗ്രിഗേഷന്റെ അതേ പാറ്റേൺ ആണ് ക്രോമസോംസിന്റെ സെഗ്രിഗേഷന്റെ പാറ്റേണും കാണിക്കുന്നത് എന്നാണ് ഇവരുടെ ലോജിക് ഉണ്ടായത്. ക്ലിയർ ആണോ? യെസ്. അങ്ങനെയാണെങ്കിൽ നോക്ക്, നമ്മളെ മെന്റല് പറഞ്ഞു ഫാക്ടേഴ്സ് ഒക്കർ ഇൻ പെയർ. നമുക്കറിയാം ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇന്ന് എന്താണ്, ജീനാണ് എന്നുള്ളത് നമുക്കറിയാം. ശരിയാണല്ലോ. ഇനി ഇത് എവിടെയാണ് ഇരിക്കുന്നത് നമുക്കറിയാം, DNA-ലാണ്. DNA കണ്ടൻസ് ചെയ്താലാണ് ക്രോമസോം ആവുന്നത്. അപ്പോ ഈ പറയുന്ന തിയോഡോർ ബോവറിയും വാൾട്ടർ സട്ടനും ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഒരു പെയർ ആയിട്ടിരിക്കുന്ന ക്രോമസോമിന് കാണാൻ പറ്റും. നമുക്കറിയാം ഇതാണ് ഒരു ഹോമലോഗസ് പെയർ, ഇതാണ് ഒരു ഹോമലോഗസ് പെയർ. ഡ്യൂറിങ് അവരുടെ മയോസിസിന്റെ സമയത്ത് അനാഫേസ് 1ന്റെ സമയത്ത് ആര് സെപ്പറേറ്റ് ആവുന്നുണ്ട്? ഈ ഹോമലോഗസ് ക്രോമസോംസ്. ഇതല്ലേ ഹോമലോഗസ് ക്രോമസോംസ്? ഈ ഹോമലോഗസ് ക്രോമസോംസ് സെപ്പറേറ്റ് ആവും. ഇതല്ലേ അടുത്ത ഹോമലോഗസ് ക്രോമസോംസ്? ഈ ഹോമലോഗസ് ക്രോമസോംസ് അനാഫേസ് 1ന്റെ സമയത്ത് സെപ്പറേറ്റ് ആവുന്നുണ്ട്. ശരിയല്ലേ? അപ്പം മെന്റൽ ഫാക്ടേഴ്സിനെ പറ്റി പറഞ്ഞ് അതുപോലെയാണ് ക്രോമസോമിൽ നടക്കുന്നത് എന്ന് ഇവർ മനസ്സിലാക്കി. അപ്പൊ പറഞ്ഞു എന്നാൽ പിന്നെ ക്രോമസോമിന്റെ മുകളിലാണ് ഫാക്ടേഴ്സ് ഉള്ളത്. ക്ലിയർ ആണോ? ഓക്കെ. ഇനി ക്രോമസോമിന്റെ മുകളിലാണ് ഫാക്ടേഴ്സ് ഉള്ളത് അല്ലെങ്കിൽ ജീൻ ഉള്ളത് എന്ന് നമുക്കറിയാം. ഇനി ജീനിന് 2 കോപ്പിയാണല്ലോ ഉണ്ടാവുക, 2 അല്ലീൽസ് ആണല്ലോ ഉണ്ടാവുക. അത് എവിടെയാണ് ഉണ്ടാവുക എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് രണ്ടും ഹോമലോഗസ് ക്രോമസോം ആണല്ലോ, ഒരേ ക്രോമസോം തന്നെയാണ്. ഇത് അച്ഛൻ കൊടുത്തത്, ഇത് അമ്മ കൊടുത്തത്. അതിനല്ലേ നമ്മൾ ഹോമലോഗസ് പെയർ എന്ന് പറയാ. യെസ്. ഇവിടെ നോക്ക്, ഇവിടെ സീഡ് കളറിന്റെ ഒരു ജീൻ ഉണ്ടെന്ന് വിചാരിക്കാം. സീഡ് കളറിന്റെ ഡോമിനന്റ് അല്ലീലാണ് ക്യാപിറ്റൽ വൈ. അപ്പൊ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ ആയിട്ടുള്ള ഒരു പ്ലാന്റിന് ക്യാപിറ്റൽ വൈ അല്ലീലും ഉണ്ടാവും, സ്മോൾ വൈ അല്ലീലും ഉണ്ടാവും. അത് എങ്ങനെയാണ് ഉണ്ടാവുക? ഹോമലോഗസ് പെയറിന്റെ ഹോമലോഗസ് സൈറ്റിലാണ് ജീനുകൾ ഉണ്ടാവുക. ഇതാണ് ഇവിടെയാണ് ക്യാപിറ്റൽ വൈ ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ അതിന്റെ ഹോമലോഗസ് പെയർ എന്ന് പറഞ്ഞാൽ ഏതാ? ഈ ക്രോമസോം ആണ് അതിന്റെ ഹോമലോഗസ് പെയർ. അവിടെ ഹോമലോഗസ് സൈറ്റിലാണ് ഉണ്ടാവുക. അതായത് ക്യാപിറ്റൽ വൈന്റെ അതേ സ്ഥാനത്ത് തന്നെയാണ് സ്മോൾ വൈയും ഉണ്ടാവുക. ഇതാണ് ഹോമലോഗസ് സൈറ്റ് എന്ന് പറഞ്ഞാല്. ഇനി ഹോമലോഗസ് സൈറ്റ് അല്ലാത്തൊരു സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഒരു ക്യാപിറ്റൽ വൈ വരികയാണെങ്കിൽ ഇവിടെ ഒരു സ്മോൾ വൈ വരിക എന്ന് വിചാരിക്കുക. ഇത് രണ്ടും ഈ 2 ക്രോമസോമിന്റെ 2 സൈറ്റിലല്ലേ വരുന്നത്? അപ്പൊ ഒരേ സൈറ്റിലാണ് വരിക. അപ്പൊ എവിടെയാണ് 2 സെറ്റ് ജീനുകൾ വരുന്നത് അല്ലെങ്കിൽ 2 അല്ലീലുകൾ എവിടെ വരിക? ഹോമലോഗസ് പെയേഴ്സിന്റെ ഹോമലോഗസ് സൈറ്റിലാണ് 2 അല്ലീലുകൾ വരിക എന്നുള്ള പോയിന്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ കാര്യം? യെസ്. ഇനി നമ്മൾ മയോസിസ് നമുക്ക് അറിയുന്ന കാര്യമാണ്. മയോസിസ് നടക്കുന്നത് 2 സൈക്കിൾ ആയിട്ടാണ്. മയോസിസ് 1 ഉണ്ട്, മയോസിസ് 2 ഉണ്ട്. ശരിയാണല്ലോ. ഇനി മയോസിസ് 1ന്റെ സമയത്ത് മെറ്റാഫേസ് എന്ന് പറയുന്ന സ്റ്റേജ് ഉണ്ട്. പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്, ഇതാണുള്ളത്. ഇനി ഈ പറയുന്ന മെറ്റാഫേസ് മയോസിസ് 1ന്റെ മെറ്റാഫേസ് സ്റ്റേജിൽ ഈ ഹോമലോഗസ് ക്രോമസോംസ് സെന്ററിൽ വന്നിട്ട് അലൈൻ ചെയ്യും അല്ലെ? ഒരു ഇക്വേറ്റർ റീജിയനിൽ വന്നിട്ട് അലൈൻ ചെയ്യും. ഞാൻ ഇവിടെ എടുക്കുന്നത് ഇതാണ്, ഒരു ഇക്വേറ്റർ റീജിയൻ എന്നാണ് എടുക്കുന്നത്. ഓക്കെ. ഈ സെന്റർ റീജിയനിൽ ഇവര് വന്നിട്ട് അലൈൻ ചെയ്യും. ഇത് ഏത് സ്റ്റേജിലാണ് ഇങ്ങനെ ഉണ്ടാവുക? മെറ്റാഫേസ് സ്റ്റേജിലാണ് ഉണ്ടാവുക. ഈ അറേഞ്ച്മെന്റ് 2 രീതിയിലും ആവാം. റാൻഡം ആയിട്ടാണ് ഈ മെറ്റാഫേസിലെ ഈ പ്ലേറ്റിൽ അറേഞ്ച് ചെയ്യുന്നത്. ഈ അറേഞ്ച്മെന്റ് 2 രീതിയിലും ആവാം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ആ അറേഞ്ച്മെന്റ് റാൻഡം ആവാം. എങ്ങനെയാവാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഹോമലോഗസ് ക്രോമസോം ഇപ്പം ഞാൻ ഈ സൈഡിലല്ലേ വരച്ചത്, ഈ സൈഡിലാണ് വരച്ചത്. അത് വേണമെങ്കിൽ ഇങ്ങനെയും അറേഞ്ച് ചെയ്യാം അല്ലെ? റാൻഡം ആയിട്ട് അറേഞ്ച് ചെയ്യാം. അതായത് മഞ്ഞ വേണമെങ്കിൽ ഇവിടെ വരാം, അപ്പൊ ഓറഞ്ച് ഇവിടെ ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ തിരിച്ചും വരാം, നമ്മൾ ആദ്യം കാണിച്ച പോലെയും വരാം. അതേപോലെ ഈ ആളും റാൻഡം ആയിട്ട് മെറ്റാഫേസിന്റെ സമയത്ത് അറേഞ്ച് ചെയ്യാം. ഓക്കെ. അപ്പൊ മെറ്റാഫേസിന്റെ സമയത്ത് അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അനാഫേസിന്റെ സമയത്ത് ഹോമലോഗസ് ക്രോമസോംസ് സെപ്പറേറ്റഡ് ആവും.
ശരിയല്ലേ? ഹോമലോഗസ് ക്രോമസോംസ് അനാഫേസ് 1ന്റെ സമയത്ത് സെപ്പറേറ്റഡ് ആവും. അപ്പൊ അയാളുടെ സെപ്പറേഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? മെറ്റാഫേസിൽ ഇവരുടെ അറേഞ്ച്മെന്റ് എങ്ങനെയാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. മെറ്റാഫേസിൽ അവരുടെ അറേഞ്ച്മെന്റ് റാൻഡം ആണ്. അതായത് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തത് എന്ന് വിചാരിച്ചോ. അപ്പൊ അനാഫേസിന്റെ സമയത്ത് ഇവർ രണ്ടാളും സെപ്പറേറ്റ് ആവുമല്ലോ, അതുപോലെ ഇവർ രണ്ടാളും സെപ്പറേറ്റ് ആവുമല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 2 ക്രോമസോംസ് ആണ് ഗമീറ്റിലേക്ക് പോവുക. ആൻഡ് ഈ 2 ക്രോമസോം ആയിരിക്കും ഗമീറ്റിലേക്ക് പോവുക. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, ആദ്യം പറഞ്ഞതുപോലെ ഇങ്ങനെയായിരുന്നെങ്കിലോ അറേഞ്ച് ചെയ്യുന്നത്, എന്താ സംഭവിക്കുക? ഇങ്ങനെയായിരുന്നു അറേഞ്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ 2 ആളായിരിക്കും ഒരു സെല്ലിലേക്ക് പോവുക. ആൻഡ് അനാഫേസിന്റെ സമയത്ത് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഈ 2 ആളായിരിക്കും ഒരു സെല്ലിലേക്ക് പോവുക. ക്ലിയർ ആയിട്ട് മനസ്സിലായോ കാര്യം? സോ ഇവിടെ ഒരു റാൻഡം അറേഞ്ച്മെന്റ് ആണ് മെറ്റാഫേസിന്റെ സമയത്ത് സംഭവിക്കുന്നത്. അതിനനുസരിച്ചാണ് അനാഫേസിൽ ഇവര് സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോ 2 സാധ്യതകളാണ് ഇവിടെ ഉള്ളത്, 2 ചാൻസ് ആണ് ഇവിടെ ഉള്ളത്. ചാൻസ് 1 and 2 നമ്മൾ പറഞ്ഞു. ഒന്നെങ്കിൽ ഇങ്ങനെയായിരിക്കാം അറേഞ്ച്മെന്റ്, അത് തമ്മിലൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് എങ്ങനെയാണ്? പച്ചയുടെ കൂടെ മഞ്ഞ അറേഞ്ച് ചെയ്യാം, അപ്പൊ സ്വാഭാവികമായിട്ടും ചുവപ്പിന്റെ കൂടെ ഓറഞ്ച് ആയിരിക്കും. ശരിയാണല്ലോ? അങ്ങനെയാണ്. അടുത്തൊരു സാധ്യത എന്ന് പറയുന്നത് ചുവപ്പിന്റെ കൂടെ മഞ്ഞ, അപ്പൊ സ്വാഭാവികമായിട്ടും പച്ചയുടെ കൂടെ ഓറഞ്ച് ആയിരിക്കും. ഈ 2 സാധ്യതകളാണ് നമ്മൾക്ക് ഈ പറയുന്ന അറേഞ്ച്മെന്റിലുള്ളത്. അപ്പൊ ഇതുപോലത്തെ ഗമീറ്റുകളായിരിക്കും ഫോം ചെയ്യുക. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഗമീറ്റുകൾ? ഏതൊക്കെ ഗമീറ്റുകളാണ്, ഏതൊക്കെ ടൈപ്പ് ഗമീറ്റ് ആണെന്നുള്ളത് ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ക്രോമസോമൽ ബേസിസ് ഓഫ് ഡൈഹൈബ്രിഡ് ക്രോസിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ 2 സാധ്യതകൾ ആ NCERT ചാൻസ് 1 ചാൻസ് 2 എന്ന് പറയുന്ന കാര്യമാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അടിപൊളിയായിട്ട് മനസ്സിലായല്ലോ? ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ള അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ക്രോമസോംസിന്റെ മുകളിലാണ് ജീൻ ഉള്ളത്. ജീൻസ് എവിടെയുള്ളത്? 2 സെറ്റ് ക്രോമസോം ആണുള്ളത്, 2 സെറ്റ് ജീൻ ആണുള്ളത്. ഹോമലോഗസ് ക്രോമസോംസിന്റെ ഹോമലോഗസ് സൈറ്റിലാണ് ജീൻസ് കാണാൻ പറ്റുക എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോ ഇവിടെ NCERT ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിളില് 2 കോളാണ് തന്നത്. കോളം A or B represent chromosome and gene. ഏതോ ഒന്ന് ക്രോമസോമും ഒന്ന് ജീനുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മളോട് തന്ന കാര്യമാണ്. എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് കോളം A ആണോ കോളം B ആണോ ക്രോമസോം അല്ലെങ്കിൽ ജീന് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ അത് ഡിസൈഡ് ചെയ്തത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഓരോ കോളം വായിച്ചു നോക്കാം. ഒക്കർ ഇൻ പെയർ, ഇവിടെയും ഒക്കർ ഇൻ പെയർ എക്സാക്ട്ലി സെയിം ആണ്. അപ്പം എവിടെ വേണമെങ്കിലും ക്രോമസോം വരാം അല്ലെ? ഇതും ക്രോമസോം എന്ന് പറഞ്ഞാലും ഇത് ജീൻ എന്ന് പറഞ്ഞാലും സെയിം ആണ്, തിരിച്ചു പറഞ്ഞാലും സെയിം ആണ്. അപ്പൊ ഒന്നാമത്തെ പോയിന്റിൽ യാതൊരു വ്യത്യാസവും നമുക്ക് കാണാൻ സാധിക്കില്ല. ഓക്കെ, ഇനി സെഗ്രിഗേറ്റ് അറ്റ് ദ ടൈം ഓഫ് ഗമീറ്റ് ഫോർമേഷൻ സച്ച് ദാറ്റ് ഓൺലി വൺ ഓഫ് ഈച്ച് പെയർ ഈസ് ട്രാൻസ്മിറ്റഡ് ടു എ ഗമീറ്റ്. അതായത് ഗമീറ്റ് ഫോർമേഷന്റെ സമയത്ത് ഇവർ സെപ്പറേറ്റ് ചെയ്യുന്ന പറയുന്നത് ശരിയല്ലേ? ഗമീറ്റ് ഫോർമേഷന്റെ സമയത്ത് ഈ ക്രോമസോംസ് ആണെന്നുണ്ടെങ്കിലും സെപ്പറേറ്റ് ചെയ്യും. ക്രോമസോമിന്റെ മുകളിലാണ് ജീനുകൾ ഉള്ളത്, പെയർ ഓഫ് ജീൻസ് ഉള്ളത്. ഈ പെയർ ഓഫ് ജീൻസും സെപ്പറേറ്റ് ചെയ്യും. അപ്പം ഇതിനെ വേണമെങ്കിൽ ജീൻ എന്നും പറയാം, ക്രോമസോം എന്ന് പറയാൻ പ്രശ്നമില്ല. അപ്പൊ ഇനി അടുത്ത കോളം ഞാനൊന്ന് വായിച്ചു നോക്കുകയാണ്. സെഗ്രിഗേറ്റ് അറ്റ് ഗമീറ്റ് ഫോർമേഷൻ ഓൺലി വൺ ഓഫ് ഈച്ച് പെയർ ഈസ് ട്രാൻസ്മിറ്റഡ് ടു എ ഗമീറ്റ്. ഇത് രണ്ടും ഡിറ്റോ സെയിം തന്നെയല്ലേ? അപ്പൊ അത് ക്രോമസോം എന്നോ ജീൻ എന്നോ നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല, ശരിയല്ലേ? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്തതൊന്ന് വായിച്ചു നോക്കാം. ഇൻഡിപെൻഡന്റ് പെയേഴ്സ് സെഗ്രിഗേറ്റ് ഇൻഡിപെൻഡന്റ്ലി ഓഫ് ഈച്ച് അതർ. ഇൻഡിപെൻഡന്റ് പെയേഴ്സ് സെഗ്രിഗേറ്റ് ഇൻഡിപെൻഡന്റ്ലി ഓഫ് ഈച്ച് അതർ. ഇനി എന്താ കോളം ബിയിൽ പറഞ്ഞത്? വൺ പെയർ സെഗ്രിഗേറ്റ് ഇൻഡിപെൻഡന്റ്ലി ഓഫ് അനദർ പെയർ. ഇവിടെ രണ്ട് രീതിയിൽ പറയുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഒരു സ്ഥലത്ത് പെയേഴ്സിനെ സൂചിപ്പിക്കുന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പെയേഴ്സ് എന്നാണ്. ഒരു സ്ഥലത്ത് ഇൻഡിപെൻഡന്റ് പെയർ എന്ന് പറയുന്നതിന് പകരം ഏതെങ്കിലും ഒരു പെയർ, ഇൻഡിപെൻഡന്റ് പെയർ എന്ന് പറയുന്നില്ല എന്നാണ്. ഇതാണ് ഒരു വ്യത്യാസമുള്ളത്. നോക്ക്, ഇൻഡിപെൻഡന്റ് പെയേഴ്സ് ഈ ഗമീറ്റ് ഫോർമേഷന്റെ സമയത്ത് ഇൻഡിപെൻഡന്റ്ലി സെഗ്രിഗേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ ഇവിടെ ഒരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇൻഡിപെൻഡന്റ് പെയേഴ്സ് സെഗ്രിഗേറ്റ് ഇൻഡിപെൻഡന്റ്ലി എന്ന് പറഞ്ഞാല് ഇത് ക്രോമസോം ആണെന്നുള്ളത് അസ്യൂം ചെയ്യും. അതായത് ആ കോളത്തിൽ ഈ പറയുന്ന പോയിന്റ് ക്രോമസോമിന്റെ പോയിന്റ് ആണ് എന്നുള്ളത് അസ്യൂം ചെയ്തിട്ടുകൊണ്ടുള്ള ഞാൻ എക്സാമ്പിൾ ആണ് പറയുന്നത്.
ഓക്കെ, അപ്പൊ ഇത് ഒരു ഹോമലോഗസ് ക്രോമസോംസിന്റെ പെയർ ആണല്ലോ. ഈ പെയറിന്റെ സെഗ്രിഗേഷനും ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് നടക്കുന്നത് എന്നല്ലേ അപ്പൊ അതിന്റെ അർത്ഥം? ഇൻഡിപെൻഡന്റ് പെയേഴ്സ് സെഗ്രിഗേറ്റ്ലി ഇൻഡിപെൻഡന്റ് ഓഫ് ഈച്ച് അതർ. അതായത് നോക്ക്, ഡ്യൂറിങ് അനാഫേസ് 1 ഈ ഹോമലോഗസ് ക്രോമസോംസ് സെപ്പറേറ്റ് ആവൂലേ? ക്ലിയർ ആണല്ലോ. അതേ സമയത്ത് തന്നെ ഈ ഹോമലോഗസ് ക്രോമസോംസും സെപ്പറേറ്റഡ് ആവും. ആ സെപ്പറേഷൻസ് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ആളുടെ കൂടെ പച്ച പോവാനും ഒരേ സാധ്യതയാണ്, അതേപോലെ ഈ റോസ് പോവാനും ഒരേ സാധ്യതയാണ് എന്നല്ലേ അർത്ഥം? കാരണം എന്താ? അവർ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് സെഗ്രിഗേറ്റ് ചെയ്യുന്നത്. ഇയാളുടെ കൂടെ ഇപ്പം നമ്മൾ പറഞ്ഞത് ഈ ഹോമലോഗസ് ക്രോമസോംസിന്റെ സെഗ്രിഗേഷൻ ആണ്. ഓക്കെ, ഇനി ഇയാളുടെ സെഗ്രിഗേഷനും ഈ മെറ്റാഫേസിൽ അറേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് പച്ചയ്ക്കും ഇയാളുടെ കൂടെ പോവാം. ഇനി നേരെ തിരിച്ചാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്കിലോ, ഇതുപോലെ തിരിച്ചാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നതെന്നുണ്ടെങ്കിലോ ഈ പറയുന്ന ചുവപ്പിനായിരിക്കും ഇയാളുടെ കൂടെ പോവാൻ പറ്റുക. അപ്പൊ തൽക്കാലം നമുക്ക് ഇയാളെ ഇങ്ങോട്ട് പറഞ്ഞയക്കാം. അപ്പൊ നോക്ക്, ഇൻഡിപെൻഡന്റ് പെയേഴ്സ്, രണ്ട് ക്രോമസോംസിനെ ഞാൻ ഇൻഡിപെൻഡന്റ് പെയേഴ്സ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ സെഗ്രിഗേഷൻ മറ്റൊരു പെയറുമായിട്ട് നോക്കുമ്പോൾ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് നടക്കുന്നത്. സോ ഇത് ക്രോമസോംസിനെ കുറിച്ച് വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആണെന്ന് നമുക്ക് വാദിക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി എന്തുകൊണ്ടാണ് അപ്പൊ ഇത് ക്രോമസോം ആണ് എങ്കിൽ ഇവിടെ ഇത് ക്രോമസോം ആണ് എങ്കിൽ അപ്പൊ ഇത് ഇവിടെ ക്രോമസോം ആണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്വാഭാവികമായിട്ടും ആരായിരിക്കും? ജീൻ ആയിരിക്കും. ഇനി എന്തുകൊണ്ടാണ് ജീനിനെ വൺ പെയർ എന്ന് മാത്രം പറയുന്നത്? എന്തുകൊണ്ട് ഇൻഡിപെൻഡന്റ് പെയർ എന്ന് പറഞ്ഞുകൂടാ? അപ്പം അവിടെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷനിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ലിങ്ക്ഡ് ജീൻസ് എന്താ എന്നുള്ളത് നമ്മളെ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞു. ഈ ജീൻസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എടുത്ത രണ്ട് ജീന് എയും ബിയും, ഇതൊരു എ എന്ന് പറഞ്ഞ ജീന്, ഇത് ബി എന്ന് പറഞ്ഞ ജീന്, ഇത് രണ്ടും രണ്ട് ക്രോമസോമിലാണ് വരുന്നത്. രണ്ടും രണ്ട് ക്രോമസോമിലാണ് വരുന്നത് എങ്കിൽ അവര് ഇൻഡിപെൻഡന്റ് ആയിട്ടായിരിക്കും സെഗ്രിഗേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവര് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ജീൻസ് ആണ് എന്ന് പറയാം, അൺലിങ്ക്ഡ് ജീൻസ് ആണ് എന്ന് പറയാം. പക്ഷെ ജീനുകൾ ക്യാൻ ബി ലിങ്ക്ഡ് ഓർ അൺലിങ്ക്ഡ്. നമ്മളിപ്പോ അൺലിങ്ക്ഡ് ആയിട്ടുള്ള ജീനുകളാണ് ഇവിടെ കണ്ടത്. അപ്പം ലിങ്ക്ഡ് ആയിട്ടുള്ള ജീൻസ് ആണ് എന്ന് വിചാരിക്കുക. എന്താ ലിങ്ക്ഡ് ആയിട്ടുള്ള ജീൻസ് എന്ന് പറഞ്ഞാൽ അർത്ഥം? ഒരേ ക്രോമസോമിന്റെ മുകളിൽ രണ്ട് ജീനുകൾ വരികയാണ്. സേ ഫോർ എക്സാമ്പിൾ ഇതാണ് എ എന്ന് പറയുന്ന ജീന്, ഇനി സി എന്ന് പറയുന്ന ജീന് അതേ ക്രോമസോമിലാണ് വന്നിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നോക്ക്, ഈ ജീൻ എ ആൻഡ് സി ആർ ലിങ്ക്ഡ് ജീൻസ്. മനസ്സിലായോ? ഇനി എയും ബിയും എന്താണ്? ദേ ആർ അൺലിങ്ക്ഡ് ജീൻസ് ആണ്. അപ്പൊ നോക്ക്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ രണ്ട് ജീനിന്റെ പെയർ ഞാൻ ഇവിടെ എടുത്തു. ഏതൊക്കെയാണ്? എ എന്ന് പറയുന്ന ജീൻ പെയറും സി എന്ന് പറയുന്ന ജീൻ പെയറും എടുത്തു എന്ന് വിചാരിച്ചോ. അവര് ലിങ്ക്ഡ് ആണ് എങ്കിൽ എന്ത് പറയാൻ പറ്റില്ല? ഇൻഡിപെൻഡന്റ് പെയേഴ്സ് ആണ് എന്ന് പറയാൻ സാധിക്കില്ല. ശരിയല്ലേ? ഇൻഡിപെൻഡന്റ് പെയേഴ്സ് എന്ന് പറയുന്നത് എന്ത് മാത്രമേ ആവുള്ളൂ? ക്രോമസോംസിന് മാത്രമേ ആവാൻ കഴിയുള്ളൂ. എന്തുകൊണ്ടാണ് ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീനിനെ നമുക്ക് പറഞ്ഞുകൂടാ? ജീൻസ് ക്യാൻ ബി ലിങ്ക്ഡ് ഓർ അൺലിങ്ക്ഡ്. ക്ലിയർ ആണല്ലോ? ലിങ്ക്ഡ് ആവാം, അൺലിങ്ക്ഡ് ആവാം. ലിങ്ക്ഡ് ആണ് എങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് അവർക്ക് സെഗ്രിഗേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഇൻഡിപെൻഡന്റ് ആയിട്ട് സെഗ്രിഗേറ്റ് ചെയ്യാൻ പറ്റൂല. ഇയാൾ സെഗ്രിഗേറ്റ് ചെയ്താൽ എയും സിയും ഒരുമിച്ചാ പോവുക, ഇയാൾ സെഗ്രിഗേറ്റ് ചെയ്താൽ എയും സിയും ഒരുമിച്ചാ പോവുക. അപ്പൊ ഇവരുടെ സെഗ്രിഗേഷൻ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് അല്ല. ക്ലിയർ ആണല്ലോ? എന്റെ കൂടെ എപ്പോഴും സി പോവും. ലിങ്ക്ഡ് ആയിട്ടുള്ള അസോർട്ട്മെന്റ് നടക്കുള്ളൂ. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോ ഇത് ഞാൻ ജീൻ ആണ് എന്ന് അസ്യൂം ചെയ്യുമ്പം അവിടെ വൺ പെയർ സെഗ്രിഗേറ്റ്സ് ഇൻഡിപെൻഡന്റ്ലി ഓഫ് അനദർ പെയർ എന്നാ പറയുന്നത്. അപ്പം വീണ്ടും ഇവിടെ കോംപ്ലിക്കേറ്റഡ് ആയി കാര്യം. എന്താ? ഒരു പെയർ ഓഫ് ജീന് എ എന്ന് പറയുന്ന ജീനിന്റെ ഒരു പെയർ സെഗ്രിഗേറ്റ് ഇൻഡിപെൻഡന്റ്ലി ഓഫ് അനദർ പെയർ എന്ന് പറയുന്നത് സി. എയും സിയും ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് സെഗ്രിഗേറ്റ് ചെയ്യുക എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ എയും സിയും ലിങ്ക്ഡ് ആണ് എങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇവർക്ക് സെഗ്രിഗേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇൻഡിപെൻഡന്റ് ആയിട്ട് സെഗ്രിഗേറ്റ് ചെയ്യാൻ പറ്റൂല. അപ്പൊ ഈ പറയുന്ന സാധനം, ഞാൻ ഈ കാണിച്ച സെന്റൻസ് ശരിയാവണമെങ്കിൽ ഈ പറയുന്ന ആള് എന്തായിരിക്കണം? അൺലിങ്ക്ഡ് ജീൻസ് ആവണ്ടേ? അൺലിങ്ക്ഡ് ജീൻസ് ആയാൽ മാത്രമല്ലേ ഒരു പെയർ സെഗ്രിഗേറ്റ് ഇൻഡിപെൻഡന്റ്ലി ഓഫ് അനദർ പെയർ എന്ന് പറയാൻ പറ്റുള്ളൂ. ഏതുപോലെ? എയും ബിയും പോലെ ഇൻഡിപെൻഡന്റ് ആയിട്ട് സെഗ്രിഗേറ്റ് ചെയ്യണമെങ്കിൽ ആ ജീൻസ് രണ്ട് ക്രോമസോമിൽ വരുന്നതാവണ്ടേ?
ക്ലിയർ ആണല്ലോ? യെസ്. അപ്പം ഈ പറയുന്ന ആള് ജീൻ ആവണമെങ്കിൽ ആ ജീൻസ് എന്താവണം എന്നുള്ളത് ഞാൻ ആർഗ്യൂ ചെയ്തു. അൺലിങ്ക്ഡ് ജീൻസ് ആയേ പറ്റത്തുള്ളൂ. അങ്ങനെ അൺലിങ്ക്ഡ് ആണ് ജീന് എങ്കിൽ അവരുടെ അൺലിങ്ക്ഡ് ആണ് ജീൻ എന്നുണ്ടെങ്കിൽ അവർ 2 ക്രോമസോമിലാണല്ലോ ഇരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്ക്, വൺ പെയർ സെഗ്രിഗേറ്റ് ഇൻഡിപെൻഡന്റ്ലി ഓഫ് അനദർ പെയർ എന്നുള്ളത് നമ്മൾ അൺലിങ്ക്ഡ് ജീനെ പറയാൻ പറ്റുള്ളൂ. അപ്പം അവർക്ക് തന്നെ അവർ ഇൻഡിപെൻഡന്റ് പെയേഴ്സ് ആണെന്നും പറഞ്ഞൂടെ? ഏത് എയും ബിയും ഇൻഡിപെൻഡന്റ് പെയേഴ്സ് ആണ് എന്ന് നമുക്കിവിടെ പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അപ്പോ ഇൻഡിപെൻഡന്റ് പെയർ സെഗ്രിഗേറ്റ് ഇൻഡിപെൻഡന്റ്ലി ഓഫ് ഈച്ച് അതർ എന്ന് പറയുന്നതും വൺ പെയർ സെഗ്രിഗേറ്റ് ഇൻഡിപെൻഡന്റ്ലി ഓഫ് അനദർ പെയർ ഫോർ എ ലിങ്ക്ഡ് ജീൻ എന്ന് പറയുന്നതും ആക്ച്വലി രണ്ടും ഒരുപോലെയാണ് ഇരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു വന്നത് നമ്മളിവിടെ ക്രോമസോം എന്ന് എടുക്കാനുള്ള കാരണം ഇൻഡിപെൻഡന്റ് പെയേഴ്സ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ക്രോമസോമിനെയാണ്. ഇനി വൺ പെയർ സെഗ്രിഗേറ്റ് ഇൻഡിപെൻഡന്റ്ലി ഓഫ് അനദർ പെയർ എന്ന് പറയാനുള്ള കാരണം ഇവിടെ ഇൻഡിപെൻഡന്റ് പെയേഴ്സ് എന്ന് പറയുന്നില്ല, പകരം വൺ പെയർ എന്നേ പറയുന്നുള്ളൂ. അത് എന്തുകൊണ്ടായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. ജീന് ലിങ്ക്ഡ് ആയി വരുമ്പം അവിടെ ഇൻഡിപെൻഡന്റ് പെയേഴ്സ് അല്ല, അതുകൊണ്ടാണ് വൺ പെയർ എന്ന് പറഞ്ഞു. പക്ഷെ ജീന് ലിങ്ക്ഡ് ജീൻസ് വരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ സെഗ്രിഗേഷൻ ഇൻഡിപെൻഡന്റ് ആയിട്ടാണോ? അല്ല, ഒരുമിച്ചാണ് ഈ 2 ജീനുകൾ സെഗ്രിഗേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ പറഞ്ഞ കാര്യം ശരിയാണോ? അല്ല, സെഗ്രിഗേറ്റ് ഇൻഡിപെൻഡന്റ്ലി ഓഫ് അനദർ പെയർ എന്ന് പറഞ്ഞാൽ അവിടെ ഗിവൺ ആണ്. ഈ പെയർ എന്ന് പറയുന്നത് ലിങ്ക്ഡ് ആവാൻ പാടില്ല. അപ്പൊ ഇത് അൺലിങ്ക്ഡ് ജീൻസ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി. അൺലിങ്ക്ഡ് ജീൻ ആണെന്നുണ്ടെങ്കിൽ അവർ സ്വാഭാവികമായിട്ടും ഇൻഡിപെൻഡന്റ് പെയേഴ്സ് അല്ലേ? ഇൻഡിപെൻഡന്റ് പെയേഴ്സ് ആണ്. അപ്പൊ ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്ന ജീൻ എന്ന് പറയുന്നത് അൺലിങ്ക്ഡ് ജീൻസ് ആണെന്നുണ്ടെങ്കിൽ അവർ ഇൻഡിപെൻഡന്റ് പെയേഴ്സ് ആണ്. അപ്പം ഇൻഡിപെൻഡന്റ് പെയേഴ്സ് സെഗ്രിഗേറ്റ് ഇൻഡിപെൻഡന്റ്ലി ഓഫ് ഈച്ച് അതർ എന്ന് പറയുന്നത് ക്രോമസോമിന് വേണമെങ്കിലും പറയാം. വൺ പെയർ സെഗ്രിഗേറ്റ് ഇൻഡിപെൻഡന്റ്ലി ഓഫ് അനദർ പെയർ എന്ന് പറയുന്നത് ക്രോമസോമിന് വേണമെങ്കിൽ അങ്ങനെയും പറയാം. അതായത് ഇവിടെ നമുക്ക് സമ്മറൈസ് ചെയ്യാൻ പറ്റില്ല എ ആണോ ബി ആണോ ജീൻ എന്നുള്ളത്. അത് നമ്മളുടെ NCERT പറയുന്നുമില്ല അല്ലെ? ക്യാൻ യു ടെൽ വിച്ച് ഓഫ് ദീസ് കോളംസ് എ ഓർ ബി റെപ്രസെന്റ്സ് ദ ക്രോമസോം ആൻഡ് വിച്ച് റെപ്രസെന്റ്സ് ദ ജീൻ ആൻഡ് ഹൗ ഡിഡ് യു ഡിസൈഡ് എന്നാണ് ചോദിച്ചത്. ഏതാണ് ക്രോമസോം ഏതാണ് ജീൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അത് ഡിസൈഡ് ചെയ്തത് എന്നാ ചോദിച്ചത്. ഞാൻ പറഞ്ഞു ഈ പറയുന്ന 2 പോയിന്റും 2 ആൾക്കാർക്കും സെയിം ആണ്. ഇനി ഈ പറയുന്ന ആൾക്കാരിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇവിടെ ഇൻഡിപെൻഡന്റ് പെയർ എന്ന് പറഞ്ഞു, ഇവിടെ വൺ പെയർ എന്ന് പറഞ്ഞു. കാരണം ഇത് ജീനിനാണ് വൺ പെയർ എന്ന് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വൺ പെയർ ജീന് പറയാൻ കാരണം ലിങ്ക്ഡും അൺലിങ്ക്ഡും ജീൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ലിങ്ക്ഡ് ജീൻസിന് ഒരിക്കലും ഇൻഡിപെൻഡന്റ് ആയിട്ട് സെഗ്രിഗേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ സെഗ്രിഗേറ്റ് ചെയ്യുന്ന പറയുന്നത്. സോ ആ ജീൻസ് മസ്റ്റ് ബി അൺലിങ്ക്ഡ് എന്ന് ഞാൻ പറഞ്ഞു. അൺലിങ്ക്ഡ് ആണ് ജീൻസ് എന്നുണ്ടെങ്കിൽ ഇൻഡിപെൻഡന്റ് പെയേഴ്സ് ആണെന്നും പറഞ്ഞു. അപ്പം ഈ പറയുന്ന ജീനും ക്രോമസോമും രണ്ടുമാവാം. നമുക്ക് ഒരിക്കലും ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ മുന്നോട്ട് വെക്കുന്ന ആർഗ്യുമെന്റ്. ക്ലിയർ ആണല്ലോ? അപ്പൊ എ ആണോ ബി ആണോ ക്രോമസോം ജീൻ എന്ന് ചോദിച്ചാല് ഒരു ഡെപ്തിൽ ചിന്തിച്ചാൽ 2 അഭിപ്രായങ്ങളുണ്ട്. ഈ ക്രോമസോം എ എന്ന് പറഞ്ഞാലും ശരിയാണ്, ക്രോമസോം ബി എന്ന് പറഞ്ഞാലും ശരിയാണ്. അപ്പൊ എ വേണമെങ്കിൽ ക്രോമസോം ആവാം, അതുപോലെ തന്നെ ബിയും ക്രോമസോം ആവാം. എന്നാലും നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് ഏതെങ്കിലും ഒന്ന് പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാല് ഞാൻ എന്തുകൊണ്ട് എയും ബിയും ക്രോമസോമും ജീനും അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം എന്നുള്ളതിന്റെ കാരണം നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. എന്നാലും നിർബന്ധമായിട്ടും ഒന്നേ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ എഴുതും ഇതാണ് ക്രോമസോം, എ ആണ് ക്രോമസോം എന്ന് എഴുതും, ബി ആണ് ജീൻ എന്ന് എഴുതും. അപ്പൊ നിങ്ങൾ ചോദിക്കും അപ്പൊ ഇതെന്താ പറയാൻ പറ്റില്ല എന്നല്ലേ നേരത്തെ പറഞ്ഞത് എന്ന് ചോദിക്കും. അതെ, പറയാൻ പറ്റില്ല. അതിന്റെ ആർഗ്യുമെന്റ് ഞാൻ എന്താന്ന് പറഞ്ഞു. പിന്നെ എന്താണ് ഞാൻ ഈ എ എന്ന് പറയുന്നത് ക്രോമസോം എഴുതാൻ കാരണം എന്ന് ചോദിച്ചാൽ ഇതാണ് നമ്മളുടെ മലയാളം NCERT ടെക്സ്റ്റ് ബുക്കാണ് ഞാൻ ഇവിടെ കൊടുത്തത്. ഓക്കെ, ഈ മലയാളം NCERT ഈ പേജ് നമ്പർ 105 നിങ്ങൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ജീനിന്റെയും ക്രോമസോമുകളുടെയും സ്വഭാവം തമ്മിലുള്ള താരതമ്യ പഠനം എന്ന് പറഞ്ഞിട്ട് ഒരു പട്ടിക 5.3 കൊടുത്തിട്ടുണ്ട്. അവിടെ അവര് നെയിം ചെയ്തു ഈ കോളം എന്ന് പറയുന്നത് എന്തായിട്ട് കൊടുത്തിട്ടുണ്ട്? ക്രോമസോം എന്നും ഇത് ജീൻ ആയിട്ടും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം മലയാളം NCERT ഉള്ളത് കൊണ്ട് മാത്രം ഇവിടെ ക്രോമസോം ഇവിടെ ജീൻ എന്നുള്ളത് ഞാൻ എഴുതുകയാണ്. ഈ 2 കോളംസ് ആയിട്ടുള്ള കോളം എയും ബിയും തമ്മിൽ യാതൊരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള വ്യത്യാസവും ഇല്ല എന്നുള്ളത് ആ ആർഗ്യുമെന്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്നാലും ഇവിടെ ക്രോമസോമും ബി ജീനുമായിട്ട് എടുക്കാനുള്ള ഒരു കാര്യവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. അതിനുള്ള കാരണം NCERT മലയാളത്തിൽ അവിടെ എ എന്ന് പറയുന്നത് ക്രോമസോം എന്ന് കൊടുത്തിട്ടുണ്ട്, ബി എന്ന് പറയുന്നത് ജീൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ മറ്റൊരു കാരണം ഇതിനില്ല. ക്ലിയർ ആണല്ലോ? അപ്പോ
നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ പഠിച്ചത് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ആണ്. ഈ ഒരു ഭാഗം നിങ്ങൾക്ക് അടിപൊളിയായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.